എത്ര ചവിട്ട് കിട്ടിയാലും, എത്ര തൊഴിൽ കിട്ടിയാലും, എത്ര എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോയാലും എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്. അതുപോലെ തന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും, എത്ര വഴക്കുണ്ടാക്കിയാലും ഞാൻ കെട്ടിയ താലി ആയതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കും. ഇത് ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ട് സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് മറക്കുകയും ഒരു റിലേഷൻഷിപ്പ് സേക്കിന്റെ പേരിൽ ഒരു ബന്ധത്തിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു പ്യോർ ഇൻഡിക്കേഷൻ ഓഫ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. അബ്യൂസ് ചെയ്ത് 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 ക്ഷമയുടെ നെല്ലിപ്പലക വരെ പോയാലും ആ പാർട്ട്ണറിനെ ഒന്നും ചെയ്യാതെ ക്ഷമിച്ച ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഒരിക്കലും ത്യാഗത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ സിമ്പൽ അല്ല. അത് നിങ്ങൾക്ക് ഒരു ട്രോമ ബോണ്ടിങ് ഡെവലപ്പ് ചെയ്തത് കൊണ്ടും അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് ഫാൻസി പേരിൽ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ അടിച്ചടിച്ച് ആ അടിയില്ലാതെ നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അനാവശ്യമായിട്ട് കരയുക, അനാവശ്യമായിട്ട് എന്താ പറയുക, സ്വയം എല്ലാ തെറ്റും ഞാനാണ് ചെയ്തതെന്ന് പറയുക. ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻസും നമുക്ക് സൈക്കോളജിക്കൽ അല്ലാതെ ശാരീരികപരമായിട്ടുള്ള ട്രോമ സിംറ്റംസും വരും. നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് പോലും മനസ്സിലാക്കാത്തൊരു അവസ്ഥയിൽ വരും. സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഡെവലപ്പ് ചെയ്യാനും ട്രോമയുടെ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രി